സൂപ്പർ പ്രൊമോയുടെയും അവസാന ഘട്ടത്തിലേക്ക് സെൽവം. ഇവിടെ ഇപ്പോൾ താങ്കൾക്ക് തന്നെ കാണാൻ കഴിയും, ടോംസ് കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ സാങ്കേതിക സർവകലാശാലയുടെ ശുപാർശ. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് പ്രിൻസിപ്പലിനെ പുറത്താക്കുകയാണ് ആവശ്യമെങ്കിൽ അത് സാധ്യമാകുമോ? അങ്ങനെ ഒരു കടുംപിടുത്തത്തിൽ നിന്നുകൊണ്ട് എത്രയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞാൽ അത് നാളെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിക്കുന്ന ഒന്നാണോ? സർവകലാശാലയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അപ്പോൾ ആ സമര ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ? ഈ പ്രിൻസിപ്പലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയാണ്. ഞങ്ങൾ സ്റ്റുഡൻസ് ഒരു കൊടികൾക്കും താഴെ നിന്നുകൊണ്ട് കൊടിയുടെ ആ ഒരു പവർ നോക്കിക്കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ സമരത്തിന് ഈ 14 ദിവസമായിട്ട് അവർ സമരം നടത്തുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികൾ ഒന്നടക്കം ഉയർത്തി പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ലക്ഷ്മി മാം രാജിവെക്കണം എന്ന് പറയുന്നത് ശക്തമായിട്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഞാൻ SC പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് 16,000 രൂപയാണ്. 16,000 രൂപ 17,000 രൂപ അടുത്ത് ആ ഒരു ലെവലിലുള്ള പൈസ എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നീട് NSSൽ ഞാൻ നാഷണൽ ക്യാമ്പിന് പോയ ഒരു വിദ്യാർത്ഥിയാണ്. NSSൽ ഇവരെ ആളെ നോക്കിയാണ് എടുക്കുന്നത്. എന്നെ പോലത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ NSSൽ പ്രവർത്തിക്കാൻ പാടില്ലേ? പോരാത്തതിന് NSSൽ എൻ്റെ ഒരു സീനിയർക്കുണ്ടായ അനുഭവമാണ്. NSSൽ സ്പെഷ്യൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഇൻറ്റേർണൽ മാർക്ക്, എക്സ്ട്രാ മാർക്ക്, ഇൻറ്റേർണൽ മാർക്ക് 24 മാർക്ക് കൂട്ടിക്കിട്ടും. പക്ഷേ ഈ ഇൻറ്റേർണൽ മാർക്ക് കൂട്ടിക്കെട്ടാൻ അർഹതയുള്ള ഒരു വിദ്യാർത്ഥിക്ക് അത് കിട്ടാതെ അത് വേറെ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന നിലപാട് വരെ ഈ പ്രിൻസിപ്പൽ ഞങ്ങളുടെ മാഡം ഉണ്ടായിട്ടുണ്ട്. പിന്നോക്ക കമ്മീഷനെ അറിയിച്ചിട്ടില്ല ഇതെല്ലാം അറിയിക്കാനായിട്ട് ഞാനൊരു ഹോസ്റ്റലിൻ്റെ കാര്യമായിട്ട് SC കമ്മീഷനുമായിട്ട് 2-3 തവണ കയറി ഇറങ്ങിയുണ്ടായി. അപ്പം അവർ പറയുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ലല്ലോ, അംസം ഗ്രാൻഡ് കിട്ടുന്നില്ല, നിങ്ങൾ ഇവിടെ ഹോസ്റ്റലിൽ പോലും ചേരാൻ പറ്റത്തില്ലെന്നാണ്. ലോ അക്കാഡമിയിൽ പഠിക്കുന്നതാണെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് സീറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ശരി, ഹോസ്റ്റലിന്റെ കാര്യം അതല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള വിവേചനം അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ സ്റ്റൈപ്പൻഡിന്റെ കാര്യം ഈ കോളേജുകാർ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ അപ്ലൈ ചെയ്യും, ഞങ്ങൾക്ക് കിട്ടും, തരാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് തരുന്നില്ല. NSSന്റെ കാര്യത്തിൽ ഇവർ പറയുന്നത് ഈ സെമ്മ് പോട്ടെ, അടുത്ത സെമ്മ് വരാം, അടുത്ത സെമ്മിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ പറയുന്നത് അടുത്ത സെമ്മിൽ മാർക്ക് തരാം. ഇങ്ങനെ എത്ര കമ്മീഷൻ നിങ്ങളുടെ പരാതി കേൾക്കുകയുണ്ടായല്ലോ. അതിനുശേഷം ഈ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിൻസിപ്പലിനും ഈ പറയുന്ന കോളേജിനും സർവകലാശാലയ്ക്കും യൂത്ത് കമ്മീഷനും ഒക്കെ. അപ്പോൾ നടപടികൾ അതിലുണ്ടാകുമെന്ന് ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് കൊടുത്ത ഒരു പരാതിയാണ്. SC കമ്മീഷനിൽ മുമ്പായി ജഡ്ജിൻ്റെ ഫ്രണ്ടിൽ പോയി കൊടുത്ത ഒരു കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇത് സംബന്ധമായിട്ട് കേസ് എടുക്കുകയും 30 ദിവസത്തിനുള്ളിൽ അവിടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യാനായിട്ട് ഇന്ന് ഉത്തരവ് അവർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കേസ് കൊടുത്താണ് ഞാനും എൻ്റെ കൂട്ടുകാരനും എൻ്റെ യൂണിറ്റ് സെക്രട്ടറി ASFൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായ വിവേക് വിജയഗിരിയും കേസ് ഫയൽ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കേസ് ഫയൽ ചെയ്തിട്ട്. ശരി, അവസാനമായി ആര്യ, ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലപാട് തന്നെ ആയിരിക്കുമോ തുടർന്നും കൈക്കൊള്ളുക? അതോ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്, വിട്ടുവീഴ്ചയ്ക്ക് അവരും ഒരുക്കമാണ് എന്ന്, അങ്ങനെ ഒന്നിലേക്ക് സാധ്യതയുണ്ടോ? സർ, ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോക്കം പോകണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ഇത്രയധികം ജാതിപരമായി കുട്ടികളെ അടിച്ചമർത്തുന്ന, ഇത്രയധികം സ്ത്രീകളെ, ഇത്രയധികം പെൺകുട്ടികളെ അടിച്ചമർത്തുന്ന, ഇത്രയധികം ഇൻറ്റേർണൽ മാർക്കുകൾ വിവേചനം കാണിക്കുന്ന, ഇത്രയധികം അഴിമതികളും ഇത്രയധികം വൃത്തികേടുകളും ആ കോളേജിൽ നടത്തുന്ന ഒരു പ്രിൻസിപ്പൾ തുടർന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന കുട്ടികൾ ഞങ്ങൾ ഈ സമരം ചെയ്ത കുട്ടികൾ, ഞങ്ങളുടെ കാര്യം വിട്, പക്ഷേ ഇനി വരുന്ന കുട്ടികൾ എങ്ങനെ ഈ കോളേജിൽ പഠിക്കും? അവരുടെ ഭാവി, അവരുടെ മാർക്കുകൾ, അവരെങ്ങനെ ലോ ഡിഗ്രിയുമായിട്ട് ഈ കോളേജിൽ പോകുന്നതാണ് നിങ്ങൾ പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇത്രത്തോളം വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു പ്രിൻസിപ്പൾ ഈ സ്ഥാനത്ത് തുടരുന്ന പക്ഷം എങ്ങനെയാണ് ആ കോളേജിന്റെ നല്ല നടത്തിപ്പുണ്ടാവുക? ശരി, അവസാനമായി ചുരുക്കം വാക്കുകളിൽ, സമയമില്ല, വിജിൻ, ഷാജർ ഖാൻ. ആദ്യം വിജിൻ, പ്രിൻസിപ്പലിനെ പുറത്താക്കുക എന്നതിൽ തന്നെയാണോ SFI മൂന്ന് നിൽക്കുന്നത്? അതോ ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ വിട്ടുവീഴ്ച വേണം ഇരുഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വരും, അതിനോടുള്ള സമീപനം എന്താണ്? സത്യസന്ധമായി പറയണം വിജിൻ. ഇവിടെ SFIക്ക് ഒരു സത്യസന്ധതയ്ക്ക് ഒരു കുറവുമില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്മി നായർ എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പാൾ തീർത്തും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളാണ് അവിടെ സ്വീകരിച്ചു പോകുന്നത്.
അതിൽ തന്നെയാണ് ഞങ്ങൾ ശക്തമായ സമരമായി മുന്നോട്ട് പോകുന്നത്. ശക്തമായ നടപടി വേണം. പക്ഷേ ഇവിടെ നയത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ പിന്നെ ഈ ചർച്ച കേൾക്കുന്ന വിദ്യാർത്ഥികളും ഒന്ന് SFI തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം കൃത്യം തന്നെയാണ്. ഞങ്ങൾ ആ മുദ്രാവാക്യത്തെ പറഞ്ഞതാണ്, പ്രിൻസിപ്പാൾ രാജിവെക്കണം, രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണം. പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം കൂടി വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഒരു കാര്യം, ഒന്ന്, ഇവിടെ പ്രിൻസിപ്പാൾ മാറി പുതിയൊരു പ്രിൻസിപ്പാൾ വന്നാലും ഇതേ നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരും ഇതേ നിലപാട് പോവുകയാണെങ്കിൽ അവിടെ മാറ്റേണ്ടത് നയമാണ്. ഈ നയം ശക്തമായി മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കണം. ഇന്ത്യൻ മാർക്കിന്റെ പീഡനം, ഇവിടെ വിദ്യാർത്ഥികളെ ജാതി പേര് പറഞ്ഞുകൊണ്ടുള്ള വിവേചനം, ഇത് അവസാനിപ്പിക്കാനാണ്. ശരി, അവസാനമായി ഷാജർ ഖാൻ, നയം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ? SFI പറയുന്ന പ്രിൻസിപ്പൽമാരെ മാറ്റി മാറ്റി പരീക്ഷിക്കുകയല്ല, നയമാണ് പ്രശ്നമെന്ന് പറയുന്നതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും നയം മാറണം, സ്വാശ്രയ നയം മാറണം. പക്ഷേ അതോടൊപ്പം ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പൽ യഥാർത്ഥത്തിൽ അതിന് യോഗ്യമല്ല എന്നാണല്ലോ ഇപ്പോൾ അവരുടെ മൊഴികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവർക്ക് എത്തിക്സ് ഇല്ല എന്നുള്ളതും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എത്തിക്സ് പേപ്പറിൽ പോലും മാനിപ്പുലേഷൻ വരുത്തിയെന്നാണ് ആര്യ പറയുന്നത്. അപ്പോൾ പിന്നെ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ തീർച്ചയായിട്ടും വരേണ്ടുന്നത്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.